ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. രാവിലെ നമുക്ക് ഒരു ഫേമസ് മാത്തമാറ്റിക്സ് കൊട്ടേഷനോട് ആരംഭിക്കാം. പോസോൺ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ്റെ ഒരു കൊട്ടേഷനാണ്. ലൈഫ് ഈസ് ഗുഡ് ഫോർ ഓൺലി ടു തിങ്സ്: ടീച്ചിങ് മാത്സ് ആൻഡ് ലേണിംഗ് മാത്സ്. ജീവിതം രണ്ട് കാര്യത്തിനേ ഉള്ളൂ നല്ലത്. ഒന്ന് കണക്ക് പഠിക്കുക, ഒന്ന് കണക്ക് പഠിപ്പിക്കുക. കഴിഞ്ഞ ദിവസം എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷേ എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒന്നും എക്സാക്റ്റ് അല്ല. അങ്ങനെയെങ്കിൽ നമുക്കതിനെ എക്സാക്റ്റ് ആക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് അതാണ്: ഹൗ ക്യാൻ വി മേക്ക് എ നോൺ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു എക്സാക്റ്റ്. എക്സാക്റ്റ് അല്ലാത്തൊരു ഇക്വേഷനെ എങ്ങനെ നമുക്കൊരു എക്സാക്റ്റ് ഇക്വേഷനായിട്ട് മാറ്റാം? ഒരു പർട്ടിക്കുലർ ഫാക്ടർ വെച്ച്, ഫോർ എക്സാമ്പിൾ മ്യൂ എക്സ് വൈ, ഇത് വെച്ച് നമ്മുടെ എക്സാക്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാമെങ്കിൽ, നോൺ എക്സാക്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാമെങ്കിൽ അത് എക്സാക്റ്റ് ആയിട്ട് മാറും. വെൻ വി മൾട്ടിപ്ലൈ ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഈസ് നോട്ട് എക്സാക്റ്റ് ബൈ എ സ്യൂട്ടബിൾ ഫാക്ടർ മ്യൂ എക്സ് വൈ, then that differential equation become exact. ഇതിനെ നമ്മൾ മ്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാമെങ്കിൽ ഈ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ പർട്ടിക്കുലർ സ്യൂട്ടബിൾ ഫാക്ടർ ഈസ് നോൺ ആസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ആ ഫാക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, അല്ലെ IF എന്ന് പറയാം. IF ഒരു എക്സാമ്പിൾ പറയാം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. കൺസിഡർ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ: y dx plus x square y minus x dy. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക. y dx plus x square y minus x dy equal 0. ഇത് നോക്കി, ഇത് എക്സാക്റ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പാർഷ്യൽ dm/dy കാണണം, പാർഷ്യൽ dn/dx കാണണം. ഇത് രണ്ട് ഈക്വൽ ആണ്, എക്സാക്റ്റ് ആയിരിക്കും. ഇവിടെ എന്താണ് എം എന്ന് പറയുന്നത് y ആണ്. എന്താണ് n എന്ന് പറയുന്നത് x സ്ക്വയർ y മൈനസ് x ആണ്. അങ്ങനെയെങ്കിൽ എന്താണ് പാർഷ്യൽ dm/dy? 1. എമ്മിനെ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 ആണ്. എന്നിനെ x വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്നിനെ x വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുന്നത്? y ഇസ് എ കോൺസ്റ്റൻറ്റ്. x സ്ക്വയറിൻ്റെ 2x ആണ്, -1. ഇത് ഈക്വൽ അല്ല. ഇത് ഈക്വൽ അല്ലെങ്കിൽ ഇത് എക്സാക്റ്റ് അല്ല. എന്നാൽ നമുക്കിതിനെ എക്സാക്റ്റ് ആക്കാം. ഇങ്ങനെ എക്സാക്റ്റ് ആക്കാം: ഒരു ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. നോക്കിക്കേ, നമ്മുടെ ഒരു ടേം 1/x² ആണെന്ന് വിചാരിക്കുക. ഇതാണ് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ. ഈ 1/x² എന്ന് പറയുന്ന ടേം വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് എക്സാക്റ്റ് ആണോ അല്ലയോ എന്നാകും. വി മൾട്ടിപ്ലൈ ബൈ 1/x². സോ ദിസ് ബിക്കം y/x² dx. ഇവിടെ 1/x² വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ y ആകും. ഇതിനെ 1/x² വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ -1/x ആകും. dy 0. എന്താണ് m is equal to y/x². എന്താ, വാട്ട് ഈസ് n is equal to y minus 1/x. എന്ത് നമുക്ക് കാണണം? പാർഷ്യൽ dm/dy. വി ഡിഫറൻഷിയേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു m വിത്ത് റെസ്പെക്ട് ടു y. സോ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y അല്ലാത്തൊക്കെ കോൺസ്റ്റൻ്റാണ്. 1/x² കോൺസ്റ്റൻറ്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1. ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു x വെച്ച്, പാർഷ്യൽ dn/dx. x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യലി ആയതുകൊണ്ട് വൈയുടെ ഡെറിവേറ്റീവ് 0. 1/xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ് -1/x². പക്ഷേ ഓൾറെഡി മൈനസ് ഈസ് ദെയർ. സോ ദിസ് ബിക്കം 1/x². നൗ ദേ ആർ ഈക്വൽ. അപ്പോൾ ഇത് എക്സാക്റ്റ് ആയി. അപ്പോൾ എക്സാക്റ്റ് ആകുന്ന ഒരു പർട്ടിക്കുലർ ടേം വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്, ഏതാണ് ടേം? 1/x². ഈ ടേമിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി എങ്ങനെ നമുക്ക് ഈ ടേം കണ്ടുപിടിക്കാം? How we find this term? Consider an equation mxy dx plus nxy dy equals 0. This is a differential equation. For the time being, we consider this is not exact. Exact അല്ല എന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ ഏത് ടേം വെച്ച് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സാക്റ്റ് ആകാം, അല്ലെ? വാട്ട് ഈസ് ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഒരു ടേം ഇതാണ്, 1/n ഇൻറ്റു പാർഷ്യൽ dm/dy, നമ്മൾ കണ്ട ടേം തന്നെ, മൈനസ് പാർഷ്യൽ dn/dx. ഇത് ലെറ്റ് ദിസ് ബി എ ഫങ്ഷൻ ഓഫ് x. ഇത് എക്സിൻ്റെ ഫങ്ഷൻ ആണെങ്കിൽ
ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു മ്യൂ എക്സ് ഡി എക്സ് ആയിരിക്കും. ദെൻ ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഇ റേസ് ടു മ്യൂ എക്സ് ഡി എക്സ്. ഇല്ല എങ്കിൽ വേറൊരു ടേം നമുക്ക് കാണാം 1/m ഇൻറ്റു ഇത് തിരിച്ചു വരും ഡി എൻ ബൈ ഡി എക്സ് മൈനസ് ഡി എം ബൈ ഡി വൈ. ഇത് വൈയുടെ ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് വൈ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് വൈ ഡി വൈ. ദിസ് ഈസ് ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. സോ ദ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഇക്വേഷൻ നമുക്ക് ഫെമിലർ ആണ്. എം എക്സ് വൈ ഡി എക്സ് വൈ പ്ലസ് എൻ എക്സ് വൈ ഡി വൈ ഈക്വൽ 0. ഇവിടെ പാർഷ്യൽ ഡി എം ബൈ ഡി വൈ കാണണം, പാർഷ്യൽ ഡി എൻ ബൈ ഡി എക്സ് കാണണം. അത് എക്സാക്റ്റ് ആണെങ്കിൽ എക്സാക്റ്റ് വെച്ച് പ്രൊസീഡ് ചെയ്യണം. ഇനി എക്സാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ടെൻ കാണുക 1/n ഇൻറ്റു പാർഷ്യൽ ഡി എം ബൈ ഡി വൈ മൈനസ് പാർഷ്യൽ ഡി എൻ ബൈ ഡി എക്സ്. ഈ കിട്ടുന്നതൊക്കെ എന്നിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. പാർഷ്യൽ ഡി എം ബൈ ഡി വൈ നമുക്ക് കാണാം, ഡി എൻ ബൈ ഡി എക്സ് കാണാം. ഈ കിട്ടുന്ന റിസൾട്ട് ഒരു മ്യൂ എക്സ്, എക്സ് മാത്രം ഉള്ളതായ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു ഇൻ്റഗ്രൽ മ്യൂ എക്സ് ഡി എക്സ് ആയിരിക്കും. ഇല്ല എങ്കിൽ ഇങ്ങനെ നോക്കുക 1/m ഇൻറ്റു ഇൻസ്റ്റെഡ് ഓഫ് n we have 1/m ഇൻറ്റു പാർഷ്യൽ ഡി എൻ ബൈ ഡി എക്സ് മൈനസ് പാർഷ്യൽ ഡി എം ബൈ ഡി വൈ is a function of y, say fy, then the integrating factor is e raised to integral fy dy. ഇത് ബേസ് ചെയ്ത് രണ്ടുമൂന്ന് പ്രോബ്ലം നമുക്ക് ചെയ്യാം. സോൾവ് എന്ന് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. സോൾവ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ് വൈ മൈനസ് 1 ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ into dy equals 0. We have to solve this equation. What is the value of m? ആദ്യം നോക്ക് ഇത് എക്സാക്റ്റ് ആണോ അല്ലയോ എന്ന്. m is xy minus 1, n is x square minus xy. എന്ത് കാണണം? പാർഷ്യൽ ഡി എം ബൈ ഡി വൈ. എന്താ പാർഷ്യൽ ഡി എം ബൈ ഡി വൈ? വൈ അല്ലാത്തൊക്കെ കോൺസ്റ്റൻറ്റ് എക്സ്. ഇവിടെ നോക്കുക പാർഷ്യൽ ഡി എൻ ബൈ ഡി എക്സ്. എക്സ് അല്ലാത്തതൊക്കെ കോൺസ്റ്റൻറ്റ്, എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2x, ഇത് എക്സ് അല്ലാത്ത y. ഇത് രണ്ടും ഈക്വൽ അല്ല. അല്ലാത്തതുകൊണ്ട് ഇത് എക്സാക്റ്റ് അല്ല. ഇനി നമുക്കിതിനെ എക്സാക്റ്റ് ആക്കണം. ഈ ഫാക്ടർ നമ്മൾ കാണുന്നു 1/n ഇൻറ്റു പാർഷ്യൽ ഡി എം ബൈ ഡി വൈ മൈനസ് പാർഷ്യൽ ഡി എൻ ബൈ ഡി എക്സ്. എന്താണ് 1/n? 1/n. n ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ. What is partial dm by dy? X. What is partial dn by dx? 2x minus y. So that becomes 2x plus y. Simplifying this is 1 by x square minus xy. And this term x minus 2x is minus x plus y. Minus x plus y. ഇതിൽ നിന്ന് നമ്മളൊരു ടേം കോമൺ എടുക്കുക. x എന്ന് പറയുന്ന ഒരു ടേം. So this becomes x minus y. And here it is y minus x. So x minus y and y minus x cancel, that become minus 1/x. So the integrating factor is e raised to integral 1/x dx. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഓഫ് എക്സ് എലോണ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നത് ഇത് എക്സാക്റ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്തു, നമുക്ക് കിട്ടി നോട്ട് എക്സാക്റ്റ്. അങ്ങനെയെങ്കിൽ നമ്മളിതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ള ശ്രമമാണ്. ഇങ്ങനെയാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. യു യൂസ് ദ ഫസ്റ്റ് ഫോർമുല. വാട്ട് ഇസ് ദ ഫസ്റ്റ് ഫോർമുല? 1/n ഇൻറ്റു partial dm by dy minus partial dn by dx. That is 1/x square minus xy. Partial dm by dy നമുക്കറിയാം x ആണ്. dn by dx minus 2x plus y. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് എക്സ് പ്ലസ് വൈ ആണ്. ഇവിടുന്ന് എക്സ് കോമൺ എടുത്താൽ ദാറ്റ് ബിക്കം എക്സ് മൈനസ് വൈ. ക്യാൻസൽ ചെയ്താൽ മൈനസ് 1/x എന്ന് കിട്ടും. അത് ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ 1/x dx. നമുക്കിതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇ റേസ് ടു മൈനസ് ലോഗ് എക്സ് അല്ലേ, 1/x ഇൻ്റഗ്രൽ ലോഗ് എക്സ്. എന്താ ഇ റേസ് ടു മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ലോഗ് 1/x എന്ന് എഴുതാം. ഈക്കും ലോഗിനും ഇടയ്ക്ക് ഒരു സൈൻ പോലും വരില്ല. അങ്ങനെയെങ്കിൽ ഇല്ല എങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്ത് 1/x എന്ന്. അതുകൊണ്ട് ഈ മൈനസ് സൈൻ ഇവിടെ മാറ്റണം. മൈനസ് സൈൻ മാറ്റാൻ എക്സ് എന്നുള്ളത് എക്സ് റേസ് ടു മൈനസ് 1 എന്ന് വരും. എക്സ് റേസ് ടു മൈനസ് 1 ഈസ് 1/x. സോ ദിസ് ഈസ് ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ ക്വസ്റ്റ്യനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എക്സ് ആയിട്ടായിരിക്കും. സോ വി multiply the given question with the integrating factor 1/x. So 1/x into
What is the question? xy minus 1 dx. Okay, plus 1 by x into x square minus xy dy equals 0. ഇത് ചെക്ക് ചെയ്താൽ അറിയാം ഇത് എക്സാക്റ്റ് ആണ്, ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ദിസ് ഈസ് ഓൾവേസ് എക്സാക്റ്റ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇന്നലത്തെ മെത്തേഡ് നമുക്കറിയാം. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഇൻ്റഗ്രേറ്റ് എം വിത്ത് റെസ്പെക്ട് ടു വൈ കീപ്പിംഗ് എക്സ് ആസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റഗ്രേറ്റ് എം വിത്ത് റെസ്പെക്ട് ടു എക്സ് കീപ്പിംഗ് വൈ ആസ് എ കോൺസ്റ്റൻറ്റ്. എമ്മിനെ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എം ഏതാ? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ എം ഇസ് ഈക്വൽ ടു എക്സ് എക്സ് ബൈ വൈ മൈനസ് 1 ബൈ എക്സ്. എന്താണ് എൻ? എൻ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എക്സ് മൈനസ് വൈ. വി ഇൻ്റഗ്രേറ്റ് എം വിത്ത് റെസ്പെക്ട് ടു വൈ കീപ്പിംഗ് എക്സ് ആസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ വൈ വെച്ച് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വൈ സ്ക്വയർ ബൈ 2 മൈനസ് 1 ബൈ എക്സ് കോൺസ്റ്റൻ്റ് ആണ് വൈ. ഇനിയും എന്നിലെ ടേമിനെ നമ്മൾ വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എക്സ് ഇല്ലാത്ത ടേമിന്. എന്നിലെ എക്സ് ഇല്ലാത്ത ടേം ഇത് മാത്രമേ ഉള്ളൂ, മൈനസ് വൈ. അതിനെ വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എക്സ് ഇല്ലാത്ത ടേമിനെ വി ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ദോസ് ടേംസ് ഇൻ എൻ വിച്ച് ഡു നോട്ട് ഹാവ് എക്സ്. Listen once again, we integrate m with respect to x, integrate those terms in y which do not involve x with respect to y. നമുക്ക് എമ്മിനെ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. What is m? y minus 1 by x. When you integrate this with respect to x, keeping y as a constant, this becomes yx and minus log x. And we integrate those terms which do not involve x in n with respect to y, so that become minus y square by 2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക. yx minus log x plus minus y square by 2 is a constant of integration. That is a solution of this differential equation. And there is another method. We have to use the other formula. What is the second formula? Okay, another question. Solve this equation. xy cube plus y dx plus 2 into x square y square plus x plus y raised to 4 dy equals 0. We have to solve this differential equation. xy cube plus y into dx plus 2 into x square y square plus x plus y raised to 4 dy is equal to 0. Here, first of all, we have to check whether this equation is exact or not. How we check this equation is exact or not? We have to take m. M is equal to xy cube plus y. We define the partial derivative dm by dy. What is dm by dy? So this is 3y square x plus 1. And here we have n is equal to 2 into x square y square plus x plus y raised to 4. We find the partial derivative dn by dx. What is dn by dx? This is equal to 2 into differentiate y square into 2x plus derivative of x is 1 and here it is 0. So simplifying we have 4x y square plus 1. They are not equal. So the equation is not exact. ഇത് ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഈ ഇക്വേഷൻ എക്സാക്റ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക. വാട്ട് ഇസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? വി യൂസ് ദ ഫോർമുല 1 by m into partial dn by dx minus partial dm by dy. So 1 by m is equal to 1 by x y cube plus y. Partial dn by dx is 4x y square plus 1 minus partial dm by dy is 3y square x plus 1. Okay, simplifying we can cancel 1 and also simplifying we get the integrating factor as 1 by y. We take the common factor and simplify. Here this is equal to 1 by y. So the integrating factor is, what is the integrating factor? It is the power. When we simplify these to get, we get the factor y. So the integrating factor is e raised to integral 1 by y dy. That is e raised to log y and simply y is the integrating factor. So we multiply throughout by this integrating factor y. Then that equation become exact. Then follow the procedure to solve the exact differential equation. What is the procedure? We integrate m
with respect to x, keeping y as a constant, and we integrate those terms in n not involving x with respect to y, then the sum of these two equate to a constant. That is the solution of this exact differential equation. I think it is clear. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്? എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഇന്നലെ നമ്മൾ പഠിച്ചു. എമ്മിനെ എക്സ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, വൈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുക. എന്നിലെ എക്സ് ഇല്ലാത്ത ടൈമിനെ വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്ത് ഒരു കോൺസ്റ്റൻ്റിനോട് ഇക്വേറ്റ് ചെയ്താൽ എക്സാക്ട് ഇക്വേഷൻ സോൾവ്. ഇനി എക്സാക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ എക്സാക്റ്റ് ആക്കണം. എങ്ങനെ എക്സാക്റ്റ് ആക്കുന്നത്? അതിന് രണ്ട് ഫോമുല പറഞ്ഞു. ഒരു ഫോമുല 1/n ഇൻറ്റു പാർഷ്യൽ dm/dy മൈനസ് dn/dx. അത് എക്സിൻ്റെ ഫംഗ്ഷനാണ്. ഇ റേസ് ടു സേ മ്യൂ വൈ ഇൻ്റഗ്രൽ മ്യൂ വൈ dy അതായിരിക്കും ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ. അല്ലെങ്കിൽ യൂസ് ദി അതർ ഫോമുല 1/m ഇൻറ്റു പാർഷ്യൽ dn/dx മൈനസ് പാർഷ്യൽ dm/dy. അത് വൈയുടെ ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഈസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ സേ fy dy. അത് വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സാക്റ്റ് ആവും. എക്സാക്റ്റ് ആണെങ്കിൽ എക്സാക്റ്റിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് പോവുക. ദിസ് ഇസ് ഓൾ അബൌട്ട് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ, ഹോമോജീനിയസ് ഇക്വേഷൻ, അത് പല ടൈപ്പ് പഠിച്ചു, റെഡ്യൂസബിൾ ടു ഹോമോജീനിയസ്. പിന്നെ അതിനുശേഷം എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു. ആൻഡ് അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഹിയർ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, നമുക്കറിയാലോ വൈ ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ആൻഡ് ഇസ് ഡെറിവേറ്റീവ്. എന്താണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്? dy/dx. ഇത് ദേ ഒക്കർ ഇൻ ഫസ്റ്റ് ഡിഗ്രി. ഇത് ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോലും ഒക്കത്തില്ല. മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് ഡിഗ്രി ആകും. y ഇൻറ്റു dy/dx എന്ന് വരാൻ ഒക്കില്ല. ഇങ്ങനെയാണെങ്കിൽ ഡിഗ്രി 2 ആകും. സോ y പ്ലസ് വരാം. സോ ലീനിയർ എന്ന് പറഞ്ഞാൽ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ where the dependent variable and its derivative occur in first degree and they are not multiplied each other. മൾട്ടിപ്ലൈ ചെയ്യാനൊക്കത്തില്ല, അത് ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഫോം ഇതായിരിക്കും. dy/dx പ്ലസ് pxy is equal to q of x. ഈ ബ്രാക്കറ്റ് എക്സ് ഇട്ട് എന്തിനാ? അത് എക്സിൻ്റെ ഫംഗ്ഷനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം പറയാം, dy/dx പ്ലസ് py is equal to q, where p and q are functions of x alone. എക്സിൻ്റെ മാത്രം ഫങ്ഷൻസ് ആയിരിക്കണം പിയും ക്യൂവും. അപ്പോൾ ഇതാണ് ദ ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് നമ്മൾ സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ മുമ്പേ കണ്ട പോലെ നമുക്കൊരു ഫാക്ടർ കണ്ടുപിടിക്കണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് തന്നെ നമുക്കതിന് പേര് കൊടുക്കാം. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. നോക്കി, അത് സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോമുല ഉണ്ട്. അവിടെ കിടന്നോട്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കുക. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് dy/dx ഓഫ് ഇ റേസ് ടു ഇൻ്റഗ്രൽ pdxy? പ്രോഡക്റ്റ് ഫോമുല അപ്ലൈ ചെയ്താൽ ദിസ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ pdx ഇൻറ്റു dy/dx പ്ലസ് y ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ p ഇൻറ്റു ഇ റേസ് ഇൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ pdx. Okay, this is the derivative of this one. Here, ഇതൊന്ന് കോമൺ എടുത്ത് ഇ റേസ് ടു ഇൻ്റഗ്രൽ pdx എന്ത് വരും? ബ്രാക്കറ്റിൽ dy/dx പ്ലസ് py എന്ന് വരും. ശരിയല്ലേ? രണ്ട് ടൈം ഇ റേസ് ടു ഇൻ്റഗ്രൽ pdx ഉണ്ട്. ഇത് കോമൺ എടുക്കാമെങ്കിൽ നമുക്ക് വരുന്ന dy/dx പ്ലസ് py എന്ന്. പക്ഷേ dy/dx പ്ലസ് py എന്ന് പറഞ്ഞാൽ q ആണ്. അങ്ങനെയാണ് ദിസ് ഈസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ pdx ഇൻ്റെ q എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ നമുക്ക് കിട്ടിയത്? dy/dx ഓഫ് ഇ റേസ് ടു ഇൻ്റഗ്രൽ pdx y ഈസ് ഈക്വൽ ടു ദിസ് ടൈം. അങ്ങനെയെങ്കിൽ y കാണാൻ എന്ത് ചെയ്യണം? ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുന്നത്? വെൻ വി ഇൻ്റഗ്രേറ്റ് ദിസ് വൺസ് അഗെയിൻ, ഈ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഒക്കെ അങ്ങ് പോകും. dy/dx ഓഫ് ഇ റേസ് ടു ഇൻ്റഗ്രൽ pdx y അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ഇൻ്റഗ്രൽ pdx q എന്ന് വരും. q ഓർത്തോണം, എക്സിൻ്റെ ഫംഗ്ഷനാണ്. അങ്ങനെയെങ്കിൽ ഈ y മാത്രം കാണാൻ എന്ത് ചെയ്യണം? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയച്ചാൽ മതി. അല്ല, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇ റേസ് ടു ഇൻ്റഗ്രൽ pdx ഈസ് ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അങ്ങനെയെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരിക. ഏതാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ലീനിയർ. എന്താ ലീനിയർ? ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ആർ ഇൻ ഫസ്റ്റ് ഡിഗ്രി. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. dy/dx പ്ലസ് py ഈസ് ഈക്വൽ ടു q. എന്താ പിയും ക്യൂവും എക്സിൻ്റെ മാത്രം ഫങ്ഷൻസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ വൈയുടെ ടേം കൂടെയുള്ള പിയെ കാണുക, എന്നിട്ട് അതിനെ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇയുടെ പവറായിട്ട് എഴുതുക. ആ കിട്ടുന്നതായിരിക്കും ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ. അതോട് ശ്രദ്ധിച്ച്
we find the coefficient of y, that is p. We integrate p with respect to x and make it as a exponent of power of e, exponential function, e raised to integral p dx, and that particular function is integrating factor. അപ്പോൾ സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്യണം? സൊല്യൂഷൻ നമ്മൾ കിട്ടിയല്ലോ, ഇതാ സൊല്യൂഷൻ. ഐ എഫ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഐ എഫ് ഇൻറ്റു ക്യൂ. ഇവിടുന്ന് സിംപ്ലിഫൈ ചെയ്ത് y മാത്രം കണ്ടാൽ മതി. e raised to integral p dx is if, integrating factor. if into y equals integral if into q. Solve and find y, that is the solution of this linear differential equation. Listen, one example. Solve this differential equation. Listen, one example how we solve a linear differential equation. dy by dx plus 1 by xy, dy by dx plus 1 by xy is equal to 3x. dy by dx plus 1 by xy is equal to 3x. കാണുമ്പോൾ തന്നെ അറിയാം ലീനിയർ ഇക്വേഷനാണ്. കാരണം dy by dx plus py is equal to q എന്നാണ്. വേർ p ഏതാ ഇവിടെ? p is 1 by x, എക്സിൻ്റെ ഫംഗ്ഷനാണ്. q എന്താണ്? q is equal to 3x, അതും എക്സിൻ്റെ ഫംഗ്ഷനാണ്. p യും q എക്സിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ p is equal to 1 by x, q is equal to 3x. പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. എന്താ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് പറഞ്ഞാൽ പി ഏതാ? ഇത്. സോ വാട്ട് ഈസ് ഇൻ്റഗ്രൽ പി ഡി എക്സ്? ഇൻ്റഗ്രൽ പി ഡി എക്സ് ഈസ് ഇൻ്റഗ്രൽ 1 by x dx. എന്താ 1 by x dx? log x. അങ്ങനെയെങ്കിൽ ദിസ് ബിക്കം ഇ റേസ് ടു log x. സോ ആൻസർ ഈസ് എക്സ്. ദിസ് ഈസ് ദി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ സൊല്യൂഷൻ എന്താണ്? നമ്മുടെ ഫോർമുല ഓർക്കുക. y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽസ് ഇൻ്റഗ്രൽ q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് എക്സ്. സോ y ഇൻറ്റു എക്സ് ഈക്വൽസ് ഇൻ്റഗ്രൽ q. q എന്താണ് ഇവിടെ? 3x. സോ 3x ഇൻറ്റു എക്സ് ഡി എക്സ്. 3x ഇൻറ്റു എക്സ് ഈസ് 3x സ്ക്വയർ. സോ ഇൻ്റഗ്രേറ്റിംഗ് 3x³ by 3 പ്ലസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ കിട്ടുന്ന ഇതാ y is equal to x³ by x plus c by x. by x either, so divided by x. So the answer is x square plus c into x raised to minus 1 is the solution of this linear equation. This is the method for solving linear differential equation. And one more question is there, how we solve this linear differential equation. Another little more important problem. Solve the differential equation. Y dash plus y cot x is equal to 2x cosecant x. Y dash plus y cot x is equal to 2x cosecant x. Here what is the value of p? P is equal to cot x. And what is the value of q? Q is equal to 2x cosecant x. We have to integrate p dx, that is integral of cot x dx. What is the integral of cot x dx? Cot x is the same as cos by sin. We put sin x as t, so this become dt by t log sin x. So this way is log sin x. And integrating factor is e raised to log sin x. E and log cancel, that becomes sin x. They are inverses, so the sin x is the integrating factor. Then what is our solution? The solution is y into integrating factor equals integral q into integrating factor dx. Y into what is the integrating factor? Sin x. Y sin x എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ q എന്താണ്? 2x cosecant x ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? sin x dx ആണ്. നമുക്കറിയാം cosecant x എന്ന് പറയുന്നത് തന്നെ 1 by sin x ആണ്. അങ്ങനെയെങ്കിൽ sin x ഉം cosecant x കൂടെ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2 into x square by 2 ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനോട് കൊടുക്കുക. ഇതാണ് y sin x. വേണമെങ്കിൽ നമുക്ക് sin x അങ്ങേപ്പുറത്ത് എഴുതാം, ഇല്ലെങ്കിൽ ദിസ് ഈസ് ദി സൊല്യൂഷൻ ഓഫ് ദി ലീനിയർ ഇക്വേഷൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താ ലീനിയർ ഇക്വേഷൻ? ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കണം. എങ്ങനെ അത് സോൾവ് ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം. ജനറൽ ഫോം എന്താണ്? dy by dx പ്ലസ് py is equal to q. ഇവിടെ ഒരു കാര്യം ഓർത്തോണം, പിയും ക്യൂവും എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ ആയിരിക്കണം. ഇവിടെ ഇൻ്റഗ്രൽ പി ഡി എക്സ് കാണണം, അതിനെ ഇയുടെ പവറായിട്ട് എഴുതണം, അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടും. എന്നിട്ട് ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കാണാം. ദിസ് ഈസ് ഓൾ അബൌട്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, താങ്ക് യു.